ചരിത്രത്തിന്റെ അകത്ത് വെള്ളപൂശിയപ്പോ, ചരിത്രത്തിന്റെ അകത്ത് വിഷമിറക്കിയപ്പോൾ, ഇന്ന് നമ്മുടെ മക്കൾ പഠിക്കുന്ന ചരിത്രങ്ങൾ ടിപ്പു സുൽത്താൻ ചരിത്രത്തിന്റെ താളിൽ തീവ്രവാദിയും മാറമറക്കാത്ത സ്ത്രീകളുടെ മുല മുറിച്ച് ഉപ്പിലിട്ട മനുഷ്യനെന്ന് മഹാനായ ടിപ്പു സുൽത്താനെ കുറിച്ച് പഠിപ്പിക്കുമ്പോ, ഔറംഗസീബിനെ കുറിച്ച് കൊണ്ട് തീവ്രവാദിയായി പഠിപ്പിക്കുമ്പോ, ആ ഔറംഗസീബിന്റെയും ടിപ്പു സുൽത്താന്റെയും മുഹമ്മദ് ഗസ്നിയുടെയൊക്കെ ചരിത്രം പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം തന്നെയാണ്. അയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ മുൻഗാമികൾ പടപൊരുതിയിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. 1498 പോർച്ചുഗീസുകാര് ആദ്യമായി ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും 1664 ഫ്രഞ്ച് ഇൻഡെക്സ് കമ്പനിയും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്രയോ മുമ്പ് മുഗൾ ചക്രവർത്തിമാര് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെതിരെ സംഘശക്തിയോടെ പടപൊരുതിയിട്ടുണ്ട്. നമുക്കറിയാം 1857 മെയ് 10 നടന്ന ശിപായി ലഹളയും 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗും 1921 നവംബർ 10 വാഗൺ ട്രാജഡിയും ഇന്ത്യ രാജ്യത്ത് നടന്നപ്പോ നമുക്കറിയാം. വാഗൺ ട്രാജഡി എന്ന് പറയുമ്പോ 100 ആളുകളെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭോഗിയിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 100 പേരെ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭോഗിയിൽ നിരപരാധികളായ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഭോഗിന്റെ അകത്ത് കുത്തിക്കൊണ്ടുപോവുകയും പകുതി വഴിയിൽ വെച്ചുകൊണ്ട് ആ ഭോഗി തുറക്കുകയും ചെയ്തപ്പോൾ 64 പേരാണ് അങ്ങുമിങ്ങും ശരീരം കടിച്ചു വലിച്ചു ശ്വാസം മുട്ടി മൂത്രം കുടിച്ച് മരണപ്പെട്ടു പോയതെങ്കിൽ 100 ആളുകളിൽ നിന്ന് അധികം ആളുകളും മുസ്ലിങ്ങളായിരുന്നു. ഇത് നമുക്ക് മറക്കാൻ കഴിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? പൂക്കോട്ടൂരിൽ നടന്ന, ദേശത്ത് നടന്ന ഇന്ത്യ രാജ്യത്തിന്റെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്? 1926 269 മാപ്പിള യുവാക്കളാണ് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ചോരയും മച്ചയും മാംസവും പല്ലും കല്ലും കൊടുത്തതെങ്കിൽ അന്നത്തെ ചുമക്ക് 2000 ആളുകൾ പൂക്കോട്ടൂര് മസ്ജിദിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ടും നമ്മെ കുറിച്ച് പറയുന്നത് എന്താണ്? വൈദേശികന്മാരാണെന്ന് നമ്മെ കുറിച്ച് പറയുമ്പോ, ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ കൊള്ളാത്തവനാണ് മുസ്ലിം എന്ന് പറയുമ്പോ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നൊരു ഭാഗത്ത് ദലിത് പിന്നോക്ക വിഭാഗങ്ങൾ കൂട്ടമായി കൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണം എന്ന് പറയുമ്പോൾ, തൊലി വെളുത്തതിന്റെ പേരിലോ കറുത്തതിന്റെ പേരിലോ ചുവന്നതിന്റെ പേരിലോ إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. ഇന്നവരെ തൊലി കറുത്തു പോയതിന്റെ പേരിൽ ലോകത്ത് ഏതെങ്കിലും പള്ളിയിൽ നിന്ന് ആരെങ്കിലും പിടിച്ച് പുറകോട്ട് വലിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയട്ടെ എന്റെ സഹോദരങ്ങളെ, ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ ശരീരം കറുത്തവനെന്നിരിക്കട്ടെ, അവന് സാമ്പത്തികമായി ഒന്നുമില്ലാതിരിക്കട്ടെ, അവൻ ഇന്നത്തെ ജുമഅക്ക് രാവിലെ ഇവിടെ വന്നിട്ട് 10 മണിയാകുമ്പോൾ ഒന്നാമത്തെ സഫിൽ ഇരുന്നെന്ന് നാം സങ്കല്പിക്കുക. അന്നേരമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണി കടന്നു വരുന്നത്, അല്ലെങ്കിൽ പള്ളിയുടെ ഏറ്റവും വലിയ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരുമാകട്ടെ കടന്നു വരുന്നു എന്ന് ഒരു ഉദാഹരണം പറയാം. സഹോദരങ്ങളെ, ഒന്നാമത്തെ സഫിൽ സ്വാഭാവികമായിട്ട് ഈ പ്രസിഡന്റ് ആണ് ഇരിക്കുന്നതെങ്കിൽ ഈ തൊലി കറുത്തു പോയ പാവപ്പെട്ട ചാളക്കൊട്ടയും മത്തിക്കൊട്ടയും തലയിൽ വെക്കുന്നവനെ ഒന്നാമത്തെ സഫിൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് ആ സഫിൽ മറ്റുള്ളവൻ നിൽക്കൽ നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ച പ്രത്യശാസ്ത്രത്തിന്റെ ഭാരവാഹികളല്ലേ നമ്മൾ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഇസ്ലാമിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കേണ്ടത്. കറുകറുത്ത ബിലാലിനെയും ചുവച്ചുവന്ന സൽമാനുൽ ഫാരിസിയെയും വെളുവെളുത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഒരേ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഇസ്ലാമിന്റെ സുന്ദരമായ സംസ്കാരം അടിച്ചമർത്തപ്പെട്ട 6-ാം നൂറ്റാണ്ടിൽ ലോകത്ത് പഠിപ്പിച്ചത് വിശുദ്ധമായ ഇസ്ലാമാണെങ്കിൽ നിങ്ങൾക്കറിയുമോ, ദലിതർ ഇന്നും പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയുടെ മുറ്റത്തും ഗുജറാത്തിന്റെ മുറ്റത്തും ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യം തരണമെന്ന് പറയുമ്പോൾ, മനുഷ്യനായി പിറന്നുപോയതിന്റെ പേരിൽ അമ്പലങ്ങളിൽ നിന്നും മണ്ഡപങ്ങളിൽ നിന്നും തറയിൽ നിന്നും പിഴുതെറിയുമ്പോൾ എവിടെയാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കേണ്ടത്? ഒന്ന്, ഇസ്ലാമിന്റെ ചരിത്രം സമ്പൂർണമാണ്, സമകാലികമാണ്. മറ്റൊന്ന്, ഇന്ത്യ രാജ്യത്ത്
ജനിച്ചു വളർന്നപ്പോൾ ഇന്ത്യയിൽ മരണപ്പെടേണ്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിച്ചമർത്തപ്പെടേണ്ടവരല്ല നമ്മള്, അക്രമത്തിന് വിധേയരാകേണ്ടവരല്ല നമ്മള്. നമ്മുടെ മുൻഗാമികൾ ചോര കൊടുത്ത് മച്ച കൊടുത്ത് വളർത്തിയെടുത്തതാണ് ഈ 70ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൈനോറിറ്റിയായി ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് അനുവദിച്ച അവകാശങ്ങൾക്ക് വേണ്ടിയാകണം നമ്മുടെ പടയൊരുക്കങ്ങള്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, തീവ്രവാദത്തിന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. ഒരു ഭാഗത്ത് ചെറുപ്പക്കാർ യൂട്യൂബുകൾ ഉപയോഗിച്ച് ഫേസ്ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് IAS-മായി ബന്ധമുള്ളവരോട് ആഡ് ചെയ്ത് കോണ്ടാക്റ്റുകളാകുന്ന കാലഘട്ടമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, IAS എന്ന് പറയുന്നത് ജൂതലോബിയാണ്, ഒരു സംശയമില്ല. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറ്റത്ത് വന്നിട്ട് ബോംബ് പൊട്ടിക്കാൻ ധൈര്യം കാട്ടുന്നത് ജൂതനല്ലാതെ ഒരു മുസ്ലിമിന് കഴിയുമോ? ഒരു അണുമണി തൂക്കം ഈമാനുള്ളവന് മദീനയുടെ മുറ്റത്ത് വന്ന് ബോംബ് പൊട്ടിക്കാൻ കഴിയുമോ? ഇസ്ലാമിനെ തകർക്കലാണ് ഗൂഢമായ ലക്ഷ്യം. സിറിയയുടെ മുറ്റത്ത്, ലിബിയയുടെ മുറ്റത്ത് നടത്തുമ്പോ എന്തുകൊണ്ട് IAS അമേരിക്കക്കെതിരെ പടവരുന്നില്ല? മാത്രമല്ല, IAS-കാരന്റെ കയ്യിലുള്ള വാളിന് പോലും ജൂതമുദ്രയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പൂർവികന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് ഇസ്ലാമിന്റെ സന്ദേശം. ഇസ്ലാമിനെ കുറിച്ചൊരു വിവരവുമില്ലാതെ തീവ്രവാദികളാകുന്ന ഒരു മറുഭാഗത്ത് നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് പാങ്കുലി മുടങ്ങുമ്പോ ആ പാങ്കുലിയെ പരാമർശിച്ച് പ്രസംഗിച്ചവരുണ്ട്. ഇവിടെ ആർക്കാണ് ആളിളകിയത്? നമുക്കറിയണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പറഞ്ഞത് തെറ്റ് തന്നെയാണ്. പക്ഷേ നിയമപരമായിട്ട് നാം നേരിടേണ്ടതുണ്ട്. പക്ഷേ നമുക്കറിയാം, അന്നത്തെ സുബഹി പോലും നിസ്കരിക്കാത്തവൻ, അന്നത്തെ ളുഹ്ർ പോലും നിസ്കരിക്കാത്തവൻ എന്തിന് നട റോഡിൽ വെച്ചുകൊണ്ട് റസൂലിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കേണ്ടത്? നീ നിസ്കരിച്ചോ പ്രിയപ്പെട്ട പൊന്നുമോനെ. ഇന്ന് രാവിലെ സുബഹി നിസ്കാരത്തിന്റെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ വിളിച്ചിട്ടുണ്ടാകും, മോനെ നിസ്കാരം കളാകാനായിരിക്കുന്നു. എന്തുകൊണ്ട് നീ എഴുന്നേറ്റിട്ടില്ല? നീ ളുഹ്ർ കളാകാതെ നിസ്കരിച്ചിട്ടുണ്ടോ? അസ്ർ കളാകാതെ നിസ്കരിച്ചിട്ടുണ്ടോ? നീ ഒരു നിസ്കാരക്കാരനാണെങ്കിൽ നിനക്ക് പറയാം, ആ ഭാഗ്യത്തിന് വേണ്ടി നിനക്ക് ശബ്ദിക്കാം. നിസ്കാരമായിട്ടൊരു ബന്ധമില്ല. ഞാൻ അറിഞ്ഞു, അടുത്ത ഒരു ജമാഅത്തില്, നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ ഇടയിലുള്ള ഒരു ജമാഅത്തില് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞ് പ്രകടനം നടത്തണ്ടെന്ന് പറഞ്ഞു ചെറുപ്പക്കാരോട്. ആ സമയത്ത് ചെറുപ്പക്കാർ നട്ടല്ലില്ലാത്ത പ്രസിഡന്റ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നട്ടല്ലുള്ളത് കൊണ്ടാണ് നടത്തണ്ട എന്ന് പറഞ്ഞത്. ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട്, ഇസ്ലാമിന്റെ രീതികളുണ്ട്. കാരണം പുച്ഛിച്ചവന്റെ നേരെ പുഞ്ചിരിച്ച പ്രവാചകരാണ് നാം. ഇസ്ലാമിന്റെ നിയമങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ഒരു ഭരണമുണ്ട്, ഇവിടെ ഒരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടങ്ങളെ തല്ലിത്തളിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം അധികാരം ഏറ്റെടുക്കുമ്പോ നമുക്കറിയാം, അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന IAS-ന്റെ തലവൻ പറഞ്ഞത്, ഇന്ന് ഖലീഫ ഭരണമില്ല, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഖലീഫ എന്ന് പറഞ്ഞ് സ്വന്തം അവരോധം നടത്തിയവരല്ലേ? ഇത് ഇസ്ലാമിൽ ഒരിക്കലും ഇല്ലാത്തതാണല്ലോ. നമുക്കറിയാം, നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ എങ്ങോട്ടാണ് ഖിബില എന്നറിയാതെ കിഴക്കൻ ഭാഗത്ത് നോക്കിയിട്ട് നിസ്കരിച്ചവരാണ് IAS. താടി വച്ചതുകൊണ്ടും തലപ്പാവ് ധരിച്ചതുകൊണ്ടോ പ്രിയപ്പെട്ടവരൊരു മുമ്പിനാകുമോ? തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളക്കരയിലുള്ള മുസ്ലിം ചെറുപ്പക്കാര് വളരെ ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഫേസ്ബുക്കുകളിൽ ഹാർഡാകാൻ വേണ്ടി പലരും കോണ്ടാക്റ്റായി കടന്നു വരുമ്പോ വെറുതെ ഒന്ന് ഹാർഡടിച്ചു പോകരുത്. ഇതിന്റെ നാശനഷ്ടം എന്തെന്നറിയുമോ? നിങ്ങളെ IAS ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരന്റെ മ്യൂച്വൽ ഫണ്ടുകളായിട്ട് നിങ്ങൾ മാറുമ്പോൾ പിന്നീട് അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കിവിടെ പറയാനുള്ളത്, ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പടപൊരുതിയത് മുസ്ലിങ്ങളുണ്ട്. അവരെ നമുക്ക് ഈ 15 സഹോദരങ്ങളെ തിങ്കളാഴ്ച സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റൂല. മഹാനായ ടിപ്പു സുൽത്താനെ നമുക്ക് മറക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ലിയാഖത്ത് അലി ഖാനെ മറക്കാൻ പറ്റൂല. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയെ മറക്കാൻ പറ്റൂല. യൂപിയിലെ ഖാൻ ബഹദൂർ ഖാനിനെ മറക്കാൻ പറ്റൂല. ഭോപ്പാലിലെ ഫാരിസ് മുഹമ്മദ് ഖാനെയും സഫർ ഖാനെയും നമുക്ക് മറക്കാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാരിയത്ത് കുഞ്ഞു അഹമ്മദ് ഹാജിയെ മറക്കാൻ കഴിയുമോ? ആലി മുസ്ലിയാറെ മറക്കാൻ കഴിയുമോ? ആലി മുസ്ലിയാറെ തൂക്കിക്കൊല്ലണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചപ്പോഴാണ് ജയിലറയിൽ വെച്ചുകൊണ്ട് ആലി മുസ്ലിയാർ പറഞ്ഞു, പടച്ചവനെ, തൂക്കി മരിക്കുന്നൊരവസ്ഥ നീ എന്നിലേക്ക് എത്തിക്കല്ല. ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ മണ്ണിന് വേണ്ടിയിട്ടാണ്, ഈ പാരമ്പര്യമുള്ള മണ്ണിന് വേണ്ടിയിട്ടാണ് പടപൊരുതിയത്. ബ്രിട്ടീഷുകാർ തീരുമാനിച്ചിരിക്കുന്ന ആലി മുസ്ലിയാരെ തൂക്കിക്കൊല്ലാൻ പിറ്റേ ദിവസം പത്രങ്ങൾ എഴുതി വെച്ചെന്താണ്? ജയിലിൽ വെച്ചുകൊണ്ട് ആലി മുസ്ലിം
മുസ്ലിയാർ ആത്മഹത്യ ചെയ്തു എന്ന്. ഇത് ബ്രിട്ടീഷുകാരന്മാരുടെ പിന്തിരിപ്പ നിയമമല്ലേ? ആലി മുസ്ലിയാർ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്തു. ആലി മുസ്ലിയാർ പണ്ഡിതനാണ്. ആലി മുസ്ലിയാർ രാജ്യത്തോന്റെ സ്നേഹനിധിയാണ്. ആലി മുസ്ലിയാർ പറഞ്ഞുവത്രേ, ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ നീ എത്തിക്കല്ല അല്ലാഹ്, എന്നെ ഈ തൂക്കുമരത്തിൽ കയറ്റുന്നൊരവസ്ഥ നീ എത്തിക്കല്ല അല്ലാഹ്, അതിന് മുമ്പ് എന്റെ റൂഹിനെ പിടിക്കണേ എന്ന് പ്രാർത്ഥിച്ച മഹാനായ ആലി മുസ്ലിയാരുടെ കഴുത്തിലേക്ക്, ആ നിർബലമായ ചക്കിലേക്ക് സഹോദരങ്ങളെ കയറുകൊണ്ടുവരികയാണ് ബ്രിട്ടീഷുകാരൻ. വന്നു നോക്കുമ്പോഴേക്ക് ആലി മുസ്ലിയാർ കിടക്കുന്നു. പരിശുദ്ധമായ വുളൂഓടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കാരാഗൃഹത്തിന്റെ മണ്ണിൽ മഹാനായ ആലി മുസ്ലിയാർ മരണപ്പെട്ട് കിടന്നിരിക്കുന്നു. ആ ആലി മുസ്ലിയാരുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. വെളിയങ്കോട് ബർഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. വാര്യത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. വാഗൻ ട്രാജഡിയിൽ ശ്വാസം പൊട്ടി മരിച്ച മുസ്ലിം യുവാക്കളുടെ പിൻഫലമാണ് നമുക്കുള്ളത്. എന്നിട്ട് പോലും സഹോദരങ്ങളെ, മലബാർ ലഹളയെ കുറിച്ച് മാപ്പിള ലഹള എന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെടുമ്പോൾ, ഇന്ത്യൻ ചരിത്രമുണ്ടാക്കുമ്പോ, സ്വാതന്ത്ര്യ ചരിത്രം ഇവിടെ പഠിക്കുമ്പോ, ഇത്തരം മുസ്ലിം ദേശാഭിമാനികളുടെ ചരിത്രം മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഇന്ത്യൻ ചരിത്രം പരിപൂർണമല്ല, സ്വാതന്ത്ര്യ ചരിത്രം പരിപൂർണമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാനുള്ളത് സ്വാതന്ത്ര്യ ദിനത്തെ ബഹിഷ്കരിക്കണമെന്നല്ല. നാം ഇന്ത്യക്കാരാണ്, നാം ഇന്ത്യയിൽ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ പൂർവികന്മാര് വില കൊടുത്തിട്ട് വാങ്ങിയതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ നമുക്കറിയാം, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആരായിരുന്നെന്നറിയുമോ? സമസ്തയുടെ ആദ്യകാല സമസ്തയുടെ പ്രസിഡന്റായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ദർസ് നടത്തുന്ന സമയത്ത് ബ്രിട്ടീഷ് ചാരന്മാർക്ക് ഓശാന പാഠം എന്ന് പറഞ്ഞപ്പോൾ, ഇങ്ങനെയുള്ളൊരു ദർസ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരന്റെ കാശ് വാങ്ങിയിട്ട് ദർസ് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ മഹാനാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അതുകൊണ്ട് ഈ ആഗസ്റ്റ് 15 കടന്നു വരുമ്പോ നമുക്ക് വേണ്ടിയിട്ട് പടപൊരുതിയ, നമ്മുടെ നാടിന് വേണ്ടി പടപൊരുതിയ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതേ പടപൊരുതി മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവികന്മാരെ ഓർക്കേണ്ട ബാധ്യതകൾ നമുക്കുണ്ട്. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇനിയും നാം പടപൊരുതണം. അത് തീവ്രവാദത്തിലൂടെയല്ല, അത് വർഗീയവാദത്തിലൂടെയല്ല, വാളിന് മൂർച്ച കൂട്ടിയിട്ടല്ല, അല്ലെങ്കിൽ IAS ബന്ധത്തിലൂടെയല്ല, ജയ്സെ മുഹമ്മദിലൂടെയല്ല. ഇസ്ലാം പഠിപ്പിച്ചൊരു നിയമമുണ്ട്. ആ നിയമത്തിലൂടെ തന്നെ നമുക്ക് മുൻപോട്ട് പോയി നമ്മുടെ അവകാശങ്ങൾ നമുക്ക് വാങ്ങിയെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി വീണ്ടും സജ്ജരാകാൻ സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പൂർവികന്മാരുടെ ചരിത്രം പഠിക്കാൻ നാം തയ്യാറാകണം. അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ